أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാം തൻ്റെ ലിഖിതങ്ങളിലും പാഠങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ തൻ്റെ ആഗമനോദ്ദേശ്യവും ഇക്കാലഘട്ടത്തിൽ ഒരു പരിഷ്കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ ആവശ്യകതയും വിവരിച്ചിട്ടുണ്ട്. താൻ അള്ളാഹുവിൽ നിന്ന് വന്നത് കാലത്തിൻ്റെ അനിവാര്യ ഘട്ടത്തിലായിരുന്നുവെന്നും അത് അള്ളാഹുവിൻ്റെ നടപടിക്രമവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനങ്ങൾ പ്രകാരവും ആയിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ മഹാത്മാവ് പറയുന്നു, ന്യായപൂർത്തിക്ക് വേണ്ടി ഞാൻ വ്യക്തമാക്കിക്കൊള്ളട്ടെ, അള്ളാഹു ഇക്കാലഘട്ടത്തിനെ അന്ധകാരത്തിലും ലോകത്തെ അശ്രദ്ധയിലും കുഫറിലും ശിർക്കിലും ആണ്ടതായും വിശ്വാസവും സത്യസന്ധതയും ദൈവഭക്തിയും നന്മയും ക്ഷയിക്കുന്നതായും കണ്ടപ്പോൾ വീണ്ടും ലോകത്ത് വൈജ്ഞാനികവും കർമ്മപരവും ധാർമ്മികവും വിശ്വാസത്തിലെ സത്യസന്ധതയും സ്ഥാപിക്കാനും വരണ്ട തത്വചിന്തയുടെയും പ്രകൃതിവാദത്തിൻ്റെയും ഭൗതികേച്ഛയുടെയും ബഹുദൈവാരാധനയുടെയും നിർമ്മതവാദത്തിൻ്റെയും മേലങ്കി അണിഞ്ഞ് ഇസ്ലാം എന്ന ദൈവിക പൂങ്കാവനത്തിന് നഷ്ടം വരുത്താൻ ആക്രമണം നടത്തുന്നവരിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടി അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നു. ആയതിനാൽ അല്ലയോ സത്യാന്വേഷികളെ, ഈ സമയം തന്നെയല്ലേ ഇസ്ലാമിന് ദൈവിക സഹായം ആവശ്യമുള്ളത്? കഴിഞ്ഞ 13-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന് എന്തെല്ലാം വേദനകളാണ് ഉണ്ടായതെന്ന്, ദുർമാർഗത്തിന്റെ വ്യാപനം കാരണം എന്തെല്ലാം അസഹനീയമായ പരിക്കുകളാണ് നമുക്ക് പറ്റിയതെന്നും ഇനിയും നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലേ? എന്തെല്ലാം ആപത്തുകളാണ് ഇസ്ലാമിനെ വലയം ചെയ്തിരിക്കുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? എത്രമാത്രം ആളുകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയതെന്നും ക്രിസ്ത്യാനികളിൽ ചേർന്നതെന്നും പ്രകൃതിവാദികളായതെന്നും എത്രമാത്രം ശിർക്കും അനാചാരങ്ങളും തൗഹീദിന്റെയും സുന്നത്തിന്റെയും സ്ഥാനത്ത് ചേക്കേറിയെന്നും എത്രമാത്രം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് എഴുതി പ്രസിദ്ധീകരിച്ചെന്നും ഇപ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ആയതിനാൽ നിങ്ങൾ ചിന്തിച്ചു പറയുവിൻ, ഈ നൂറ്റാണ്ടിൽ അള്ളാഹുവിൽ നിന്ന് ഒരു വ്യക്തി ആഗതനായി പുറമേ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ വരേണ്ടത് ഇനിയും അനിവാര്യമല്ലെന്നാണോ? അനിവാര്യമാണെങ്കിൽ നിങ്ങൾ ബോധപൂർവം ദൈവികാനുഗ്രഹത്തെ നിഷേധിക്കല്ല. ഈ നൂറ്റാണ്ടിന് അനുയോജ്യമായ നിലയ്ക്ക് വന്ന വ്യക്തിയിൽ നിന്നും മുഖം തിരിക്കല്ല. അദ്ദേഹത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം മുതൽ തന്നെ അറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ആഗതനാകാനുള്ള വ്യക്തിയുടെ സത്യസന്ധത മനസ്സിലാക്കാനുള്ള മാനദണ്ഡത്തെപ്പറ്റി ആ മഹാത്മാവ് പറയുന്നു. ഒരു സത്യവാദിയുടെ സത്യസാക്ഷ്യം അംഗീകരിക്കാൻ വളരെ വ്യക്തമായ നിലയിൽ അടയാളങ്ങളും തെളിവുകളും ദൈവിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവണമെന്നത് നിർബന്ധമില്ല. ഈ നിബന്ധന അനിവാര്യമാണെങ്കിൽ ഒരു നബിയുടെ നുബുവത്തും തെളിയിക്കപ്പെടുമായിരുന്നില്ല. യാഥാർത്ഥ്യം എന്തെന്നാൽ നുബുവത്ത് വാദം ഉന്നയിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിൽ ആദ്യം നോക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യത ഉണ്ടോ ഇല്ലയോ എന്നാണ്. പിന്നെ ആ വ്യക്തി നബിമാർ പ്രവചിച്ച സമയത്ത് തന്നെയാണോ വന്നതെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ദൈവം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നും നോക്കണം. കൂടാതെ ശത്രുക്കൾ അദ്ദേഹത്തിനു മേൽ
ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പൂർണ്ണമായ നിലയിൽ മറുപടി നൽകപ്പെട്ടിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കണം. ഇക്കാര്യങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നുവെങ്കിൽ മാത്രമേ അയാൾ സത്യവാനാണെന്ന് അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഇന്ന് മുസ്ലിങ്ങളിലുള്ള ഭിന്നിപ്പുകളെ അകറ്റാനും പുറത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ രക്ഷിക്കാനും ലോകത്ത് നിന്ന് തിരോഭവിച്ചിട്ടുള്ള ആത്മീയത പുനഃസ്ഥാപിക്കാനും ഒരു ദൈവിക പരിഷ്കർത്താവിന്റെ ആവശ്യം അനിവാര്യമാണെന്ന് കാലം വിളിച്ചോതുന്നു. അത് ദൃഢവിശ്വാസത്തിന്റെ വേരുകൾക്ക് വെള്ളം നൽകുന്നതും തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം നൽകി നന്മയിലും സത്യസന്ധതയിലേക്കും തിരിക്കാനും പര്യാപ്തമായിരിക്കും. ആയതിനാൽ യഥാസമയം ഞാൻ വന്നത് നിഷേധിക്കാൻ ഒരു കഠിന വിരോധിക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ലെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ നിബന്ധന പ്രവാചകന്മാർ നിജപ്പെടുത്തിയ സമയത്താണോ വന്നത് എന്നതാണ്. ഈ നിബന്ധനയും എന്നിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നബിമാരുടെ പ്രവചനത്തിൽ 6000 വർഷം പൂർത്തിയാകുന്ന വേളയിൽ മസീഹ് മൗദിന്റെ ആഗമനം ഉണ്ടാകുമെന്നുണ്ട്. ആകയാൽ ഹസ്രത്ത് ആദം അലി ഇസ്ലാമിന്റെ ആഗമനം മുതൽ ചാന്ദ്രമാസക്കണക്കനുസരിച്ച് 6000 വർഷം പൂർത്തിയായിരിക്കുന്നു. കാലം പിന്നെയും കുറെ കഴിഞ്ഞിരിക്കുന്നു. സൂര്യമാസ കണക്ക് പ്രകാരം 6000 വർഷം തീരാൻ പോവുകയാണ്. അതും പൂർത്തിയായി. കൂടാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നൂറ്റാണ്ടിന്റെയും തലക്കിൽ ദീനിന്റെ പരിഷ്കരണത്തിന് വേണ്ടി ഒരു മുജദ്ദിദ് അവതരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ 21 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത് അദ്ദേഹം പറഞ്ഞ സമയത്തുള്ള കാര്യമാണ്. 22-ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് മുജദ്ദിദ് ആഗതനായി എന്നതിനുള്ള അടയാളമല്ലേ? അന്യരായ ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ എതിരാളികൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യം സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവർ തന്നെ എല്ലാ സ്ഥലത്തും ഇസ്ലാമിലൊരു മഹദി, പരിഷ്കർത്താവ്, ഇസ്ലാമിക നൗകയെ സംരക്ഷിക്കാൻ ആവശ്യമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ വരേണ്ട വ്യക്തി കാലഘട്ടത്തിന്റെ ആവശ്യാനുസൃതം ആഗതനായപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെ അദ്ദേഹം വാദിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് തന്റെ സത്യസാക്ഷ്യത്തിന് ഉപോത്ബലകമായി നിരവധി ദൃഷ്ടാന്തങ്ങളും സമർപ്പിക്കുകയുണ്ടായി. അതെല്ലാം ഇവിടെ വിവരിക്കാൻ സാധ്യമല്ല. ആ മഹാത്മാവ് ഒരു സ്ഥലത്ത് പറയുന്നു, ഒരു മഹത്തായ ദൃഷ്ടാന്തം ഇപ്രകാരമാകുന്നു. ഇന്നേക്ക് 23 വർഷം മുമ്പ് ബറായിനെ അഹമ്മദിയയിലുള്ള ഇൽഹാമിൽ പറയുന്നു, ജനങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുകയും എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ ഈ പ്രസ്ഥാനത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതാണ്, അതിനെ പൂർത്തീകരിക്കുന്നതാണ്. അത് ഒരു സൈന്യമായി തീരുന്നതാണ്. കിയാമത്ത് വരെയും അതിന്റെ മേൽക്കോയ്മയായിരിക്കും. ഞാൻ നിന്റെ നാമത്തെ ലോകത്തിന്റെ കോണുകളോളം പ്രസിദ്ധമാക്കും. കൂട്ടം കൂട്ടമായി ജനങ്ങൾ വരുന്നതാണ്. എല്ലാ ഭാഗത്തു നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. ഭവനങ്ങളെ വിശാലമാക്കുക, കാരണം ഈ തയ്യാറെടുപ്പ് വാനലോകത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും പറയുന്നു, നോക്കുക, ഇത് എന്ന് ചെയ്ത പ്രവർത്തനമാണെന്ന്. അത് ഇന്ന് പൂർത്തിയാകുന്നു. അള്ളാഹുവിന്റെ ഈ അടയാളം കണ്ണുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കുരുടന്മാർക്ക് ഇന്നും ഒരു അടയാളവും വെളിപ്പെട്ടിട്ടില്ല. ഇന്നും അഹമ്മദി ജമാഅത്തിന്റെ പുരോഗതിയും എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ജമാഅത്തിൽ ഭാഗഭാക്കാകുന്നതും ത്യാഗങ്ങളിൽ മുന്നേറുന്നതും ആ മഹാത്മാവിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവാകുന്നു. ഇന്ന് ആ മഹാത്മാവിന്റെ സന്ദേശം എത്താത്ത, അവിടെ ആ മഹാത്മാവിന്റെ സന്ദേശം മുഖേന സൽപ്രകൃതരായ ആളുകൾ ജമാഅത്തിലേക്ക് ശ്രദ്ധിക്കാത്തതായി ലോകത്ത് ഒരു സ്ഥലവുമില്ല. അവർ ഇസ്ലാം സ്വീകരിക്കുകയല്ല ചെയ്തത്, മറിച്ച് അള്ളാഹു സ്വയം ആളുകൾക്ക് മാർഗദർശനം നൽകുകയും അവർ ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. എതിരാളികളുടെ എതിർപ്പ് ഉണ്ടായിട്ടും അള്ളാഹു ജമാഅത്ത് അംഗങ്ങളുടെ വിശ്വാസത്തെ സുദൃഢമാക്കുകയുണ്ടായി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇന്നും നമ്മൾ അള്ളാഹുവിന്റെ സഹായത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഒരു അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവർദ്ധനവിന് നിദാനമാകുന്നു. ചില ആളുകളുടെ സംഭവങ്ങൾ ഞാൻ ഈ സമയത്ത് കേൾപ്പിക്കാം.
ബാബായു ഇസ്ലാം ബേഗ് സാഹിബ് റഷ്യയിലെ കസാക്കിസ്ഥാനിലുള്ള ഷഗർ കഷ്ലാഖ് സ്വദേശിയാകുന്നു. പറയുന്നു, ഞാൻ കത്തെഴുതാനുള്ള കാരണം എന്തെന്നാൽ ഞാൻ ഹദ്റത്ത് ഇമാം മഹദി അലി ഇസ്ലാമിൽ ബയ്യത്ത് ചെയ്തുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം അഥവാ ജമാഅത്തിൽ പ്രവേശിക്കുകയാണ്. അഹമ്മദിയത്തിൽ ചേരാനുള്ള കാരണം ഹസ്രത്ത് ഇമാം മഹദി അലി ഇസ്ലാം ഇസ്ലാമിന്റെ മേന്മകളെ വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുന്നു എന്നതാണ്. ഇമാം മഹദി അലി ഇസ്ലാമിന് മാത്രമേ ഇങ്ങനെ ഇസ്ലാമിന്റെ മേന്മകൾ വിവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. തുടർന്ന് എഴുതുന്നു, അള്ളാഹു എന്നെ മുത്തക്കിയാക്കാനും ബയ്യത്തിന്റെ 10 നിബന്ധനകൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതിനും ദുആ ചെയ്താലും. ഇത് വളരെ വിദൂര പ്രദേശത്തിരിക്കുന്ന ഒരാളുടെ വിവരണമാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ രാജ്യത്തും ഇത് തന്നെയാണ് അവസ്ഥ. കോങ്കോയിലെ ഒരു സംസ്ഥാനമായ മെനീമയിലുള്ള ഒരു സ്ഥലമാണ് റോദേക്ക. അവിടെയുള്ള ഒരു ക്രിസ്തീയ സഹോദരൻ ഫൈറോസ് മാജിക് സാഹിബിന് ജമാഅത്തിന്റെ പാംഫ്ലെറ്റ് കിട്ടി. അതിൽ ഹദ്റത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ ആഗമനത്തെയും അഹമ്മദീയ ജമാഅത്തിൽ ഖിലാഫത്ത് വ്യവസ്ഥയുടെ അനുഗ്രഹത്തെയും പറ്റി വിവരിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ മാറി. പറയുന്നു, ഞാൻ ഈ ഇസ്ലാമിനെയാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അതുപോലെ ഹുസൈൻ സാഹിബ് എന്നൊരു സുഹൃത്തും ജമാഅത്തിന്റെ പാംഫ്ലെറ്റ് വായിച്ച് ബയ്യത്ത് ചെയ്യുക മാത്രമല്ല, തുടർന്ന് തബ്ലീഗ് ചെയ്യാനും തുടങ്ങി. അദ്ദേഹത്തിന്റെ തബ്ലീഗ് ഫലമായി ഈ റിപ്പോർട്ട് വരുന്നതുവരെയും 5 പേരെ അദ്ദേഹം ജമാഅത്തിൽ ചേർക്കുകയുണ്ടായി. ഇങ്ങനെ ആളുകൾ ബയ്യത്ത് ചെയ്യുക മാത്രമല്ല, മറ്റുള്ളവർക്ക് തബ്ലീഗും ചെയ്യുന്നു. ഇത് പഴയകാല അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഘട്ടമാണ്. അവരും തബ്ലീഗിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. താൻസാനിയയിലെ റീജനായ ഷിയാങ്കയിലെ മോങ്കാലാങ്കയിൽ ഒരു ജമാഅത്തുണ്ട്. ഇവിടെ ജമാഅത്ത് ആരംഭിച്ച ഘട്ടത്തിൽ അഹമ്മദികൾ ഒരു മരത്തണലിലായിരുന്നു നമസ്കാരങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ അവിടെയുള്ള മുഹമ്മദ് ഫൂഹുങ്ക എന്നൊരാൾ ജമാഅത്തിനെ ശക്തമായി എതിർക്കാൻ തുടങ്ങി. ചില ആളുകളോടൊപ്പം ചേർന്ന് അഹമ്മദികൾ മുസ്ലിങ്ങളല്ലെന്നും തങ്ങൾ ഉടൻ തന്നെ മസ്ജിദ് നിർമ്മിച്ചു തരാമെന്നും വിളംബരപ്പെടുത്താൻ തുടങ്ങി. അയാൾ മസ്ജിദിന് വേണ്ടി പണം നൽകാമെന്ന കാര്യത്തിൽ ധനാഢ്യയായ ഒരു സ്ത്രീയിൽ നിന്ന് ഉറപ്പു വാങ്ങുകയും ചെയ്തു. മറുഭാഗത്ത് ആത്മാർത്ഥനായ ഒരു അഹമ്മദി റമദാൻ സാഹിബ് തന്റെ ഭൂമി മസ്ജിദ് ഉണ്ടാക്കാൻ ജമാഅത്തിന് വഖഫ് ചെയ്തു. ഈ സ്ഥലം അനഹമ്മദികൾക്ക് കിട്ടുന്നതിന് വേണ്ടി അയാൾ ശ്രമിച്ചുവെങ്കിലും പ്രസ്തുത അഹമ്മദി ഉറച്ചു നിന്നു. അങ്ങനെ ജമാഅത്തിന്റെ മസ്ജിദ് നിർമ്മാണം ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനിടയിൽ ജമാഅത്തിന്റെ തബ്ലീഗ് എതിർപ്പ് കാണിച്ചുകൊണ്ടിരുന്ന അയാളുടെ വീട്ടിലും എത്തി. അതായത് എതിരാളിയുടെ വീട്ടിൽ അഹമ്മദിയ ജമാഅത്തിന്റെ സന്ദേശം എത്തി. അള്ളാഹു അയാളുടെ ഭാര്യ മക്കൾക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കാൻ സൗഭാഗ്യം നൽകി. ശത്രുത കാണിക്കുന്നതിൽ അയാൾ ഒറ്റപ്പെട്ടു. ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അയാൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഈ ഒരു അടയാളം തന്നെ ധാരാളമാണ്. ഒരുപാട് എതിർപ്പ് കാണിച്ചിട്ടും അയാളുടെ ഭാര്യ മക്കൾക്ക് അള്ളാഹു യഥാർത്ഥ ഇസ്ലാമിന്റെ ആവേശമുണ്ടാക്കി. അയാളുടെ ഒരു ശക്തിയും ഫലവത്തായില്ല. ഈ ഈമാനും മാറ്റവും ഏതെങ്കിലും മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇത് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം മുഖേന മാത്രമാണ് ഉണ്ടാകുന്നത്. വിശ്വാസദാർഢ്യത്തിന്റെയും ദൈവിക സഹായത്തിന്റെയും മറ്റൊരു ഉദാഹരണം കേൾക്കുക. അർജന്റീൻ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പ്രദേശമാണ്. അമേരിക്കൻ നാടാകുന്നു. ആഫ്രിക്കൻ നാടുകളിൽ, ചിലപ്പോൾ റഷ്യയിൽ, മറ്റു ചിലപ്പോൾ അമേരിക്കയിൽ ഇത്തരം സംഭവങ്ങൾ കാണുന്നു. അവിടെ മരീല സാഹിബ എന്നൊരു മഹിളയുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിലും മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അഹമ്മദിയായിട്ടുണ്ടായിരുന്നില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അഹമ്മദിയത്തിനെ പറ്റി അറിവ് ലഭിച്ചപ്പോൾ മിഷൻ ഹൗസിൽ വന്ന് നമ്മുടെ അറബി ഇസ്ലാം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. പറയുന്നു, എനിക്ക് ബയ്യത്ത് ചെയ്തതിന് ശേഷം മനസ്സമാധാനം കിട്ടിയിരിക്കുന്നു. കാരണം ഞാൻ ജമാഅത്തിന്റെ അധ്യാപനത്തിലും കർമ്മത്തിലും താതാത്മ്യം കാണുന്നു.
യഥാർത്ഥ സാഹോദര്യത്തിന്റെ അന്തരീക്ഷം അനുഭവിക്കുന്നു. ഇവിടെ പുതുതായി വരുന്നവർക്കും സേവനത്തിന് അവസരം നൽകപ്പെടുന്നു. ഇവിടെ ഒരു തരത്തിലുള്ള വ്യതിരിക്തതയും വ്യത്യാസവും കൽപ്പിക്കപ്പെടുന്നില്ല. അവരുടെ മകൾ അമുസ്ലിമാകുന്നു. സുന്നി ഇസ്ലാമിക് സെന്ററിൽ ഹൈസ്കൂളിലാണ് ഉള്ളത്. അവിടെ അറബികൾ പൈസ ചെലവഴിച്ചിട്ടുണ്ട്. അതിലാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ അധികൃതർക്ക് അവരുടെ ഉമ്മ അഹമ്മദിയത്തിൽ പ്രവേശിച്ചു എന്നറിയാൻ ഇടയായപ്പോൾ അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ജമാഅത്തിനെതിരിൽ പ്രചാരണവും തുടങ്ങി. അവരുടെ മകൾ സ്വന്തം താല്പര്യത്തിൽ ജമാഅത്തിന്റെ മിഷൻ ഹൗസിനു വേണ്ടി ഒരു പ്രത്യേക ഡെക്കറേഷൻ പീസസ് തയ്യാറാക്കിയെന്ന് അറിയാനിടയായപ്പോൾ സ്കൂൾ അധികൃതർ നല്ലപോലെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞു, അഹമ്മദിയ ജമാഅത്തിനെ പിന്തുണച്ചാൽ നിനക്ക് ഈ സ്കൂളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ്. നീയും നിന്റെ ഉമ്മയും ജമാഅത്തിൽ നിന്ന് മാറണം. എന്നാൽ മാതാവ് അതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ തന്റെ മകളെ പ്രസ്തുത ഇസ്ലാമിക് സ്കൂളിൽ നിന്ന് മാറ്റി. അവർ പറയുന്നു, ഇപ്പോൾ എനിക്കും എൻ്റെ മകൾക്കും മനസമാധാനമുണ്ട്. ഇനി ആരും ഞങ്ങളെ മതത്തിന്റെ പേരിൽ ഉപദ്രവിക്കുകയില്ല. ഞാൻ ജമാഅത്തിന് സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് അന്യരായ ആളുകൾക്ക് മുന്നിൽ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അതേ സംബന്ധിച്ച് പറയുന്നതുമാണ്. അതവർ മോശമായി ഗണിച്ചാലും ശരി, ഇത്തരം വിശ്വാസമാണ് അവരിൽ ഉണ്ടായിട്ടുള്ളത്. റഷ്യയിലെ പ്രദേശമായ ബുഖാറയിലുള്ള ആത്മാർത്ഥനായ ഒരു അഹമ്മദിയാണ് സുന്നത് സുൽത്താൻ നോവു സാഹിബ്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്വദേശിയാണ്. റഷ്യയിലാണ് ജോലി ചെയ്യുന്നത്. പറയുന്നു, ഞാൻ മാത്രമേ അഹമ്മദിയായിട്ടുള്ളൂ. എൻ്റെ ഭാര്യ മക്കൾക്ക് ഇസ്ലാം അഹമ്മദിയത്തിന്റെ അധ്യാപനങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവരും അഹമ്മദികളാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവരെയും അള്ളാഹു ഇസ്ലാം അഹമ്മദിയത്തിന്റെ പ്രകാശത്താൽ പ്രശോഭിതരാക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നുമുണ്ട്. പറയുന്നു, ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം എൻ്റെ സ്വപ്നത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് അദ്ദേഹം സൂറ ഇഖ്ലാസ് തുടർച്ചയായി പാരായണം ചെയ്തുകൊണ്ടിരുന്നു. അത് മുഖേന എനിക്ക് ഏറെ മനസ്സമാധാനം ലഭിച്ചു. അതുപോലെ ഞാൻ മറ്റൊരു സ്വപ്നത്തിൽ കണ്ടത് ഞാൻ എൻ്റെ ഭാര്യയെയും മകനെയും കൂട്ടി സ്വർഗത്തിലാണ്. അവിടെ ഞാൻ ഹദ്രത്ത് മൂസാ നബിയെയും ഹദ്രത്ത് ഈസാ നബിയെയും കാണുകയുണ്ടായി. എനിക്ക് ഈ സ്വപ്നം മുഖേനയും സമാധാനം കിട്ടുകയുണ്ടായി. അതായത് സ്വർഗം കൊണ്ട് ഇസ്ലാം അഹമ്മദിയത്താണ് വിവക്ഷ. അതിന്റെ അധ്യാപനങ്ങൾ സ്വർഗീയമാകുന്നു. അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ എൻ്റെ ഭാര്യയെയും മകനെയും ഈ സ്വർഗത്തിൽ കൊണ്ടുവരുന്നതാണ്. ഈ സ്വപ്നത്തിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. അള്ളാഹു എൻ്റെ 19 വയസ്സുള്ള മകൻ ദിയാർ ബേഗ് സുന്നത് ഓസ്യുടെ ഹൃദയം ഇസ്ലാം അഹമ്മദിയത്തിനായി തുറക്കുകയുണ്ടായി. അയാൾ ബയ്യത്ത് ചെയ്തു. അത് എനിക്ക് ഏറെ സന്തോഷമുള്ള ദിവസമായിരുന്നു. അത് വാക്കുകളിൽ വിവരിക്കാൻ സാധ്യമല്ല. അള്ളാഹു ഇതേപോലെ എൻ്റെ ഭാര്യയുടെ മനസ്സും തുറക്കുകയും ഇസ്ലാം അഹമ്മദിയത്തിന്റെ മടിത്തട്ടിൽ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ചുരുക്കത്തിൽ ഈ ആവേശവും താല്പര്യവുമാണ് അവർക്കുള്ളത്. UK-യിലെ ഒരു നവ അഹമ്മദി സ്ത്രീ പറയുന്നു, എനിക്ക് മുസ്ലിം പശ്ചാത്തലമാണുള്ളത്. യാഥാസ്ഥിക സുന്നി കുടുംബമാണ്. സുന്നി ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു ദിവസം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ജലംഖമയിലെ നാസർ മസ്ജിദിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ വീട്ടിൽ വന്ന് എൻ്റെ പിതാവിനോട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കടുത്ത് വളരെ ഭംഗിയുള്ള ഒരു മസ്ജിദ് ഉണ്ടെന്ന് പറയുകയുണ്ടായി. എൻ്റെ പിതാവ് അന്വേഷിച്ചപ്പോൾ അത് അഹമ്മദികളുടെ മസ്ജിദാണെന്ന് മനസ്സിലായി. എന്നോട് ഇത് കാദിയാനികളുടെ മസ്ജിദാണെന്നും അവർ ഖാത്തമുൻ നുബുവത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും. വാസ്തവത്തിൽ ഈ ആരോപണം കളവാകുന്നു. അവർ സ്വന്തം നബിയെ ഉണ്ടാക്കിയതാണെന്നും മറ്റും പറയുകയും അതുകൊണ്ട് നീ ആ മസ്ജിദിൽ നിന്ന് അകന്നിരിക്കണമെന്ന് ശക്തമായി വിലക്കുകയും ചെയ്തു. പറയുന്നു, ഞാൻ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് അനുസരിക്കുകയുണ്ടായി. എന്നാൽ എൻ്റെ മനസ്സ് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അഹമ്മദികളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി. മറുഭാഗത്ത് ഞാൻ പിടിക്കപ്പെടുമോ എന്നും വീട്ടുകാർ ദേഷ്യപ്പെടുമോ എന്നും എനിക്ക് വീട്ടുകാരെ പറ്റി ആശങ്കയുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ ഏതാനും അഹമ്മദി വിദ്യാർത്ഥികളെ കണ്ടുമുട്ടി. അവരുമായി ഇസ്ലാം അഹമ്മദിയത്തിനെ പറ്റി
വിശദമായി ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. സുന്നി ജമാഅത്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ തുടക്കത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ സംസാരം മുഖേന എനിക്ക് അഹമ്മദിയത്തിനെ പറ്റി റിസർച്ച് ചെയ്യാനുള്ള താല്പര്യം വർദ്ധിക്കുകയാണുണ്ടായത്. പിന്നെ എനിക്ക് അഹമ്മദിയ ജമാഅത്തിന്റെ വെബ്സൈറ്റിനെ പറ്റി അറിയാൻ കഴിഞ്ഞു. അവിടെയും എനിക്ക് നിരവധി വീഡിയോകൾ കാണാനും മാറ്ററുകൾ വായിക്കാനും കിട്ടി. ഇസ്ലാമിനെ പറ്റി എവിടെയും തൃപ്തികരമായ മറുപടി കിട്ടാത്ത പല ചോദ്യങ്ങളും എൻ്റെ പക്കലുണ്ടായിരുന്നു. എന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ സാഹിത്യങ്ങൾ വായിച്ചപ്പോൾ പ്രസ്തുത ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിത്തുടങ്ങി. ഇവിടെ അഹമ്മദി യുവാക്കളും ശരിയായ അറിവ് കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ മറുപടിയും ലഭിച്ചു തുടങ്ങും. അല്ലാതെ അന്യരുടെ സ്വാധീനത്തിൽ അകപ്പെടുകയല്ല വേണ്ടത്. ചില യുവാക്കൾ ഈ സ്വാധീനത്തിൽ പെട്ടുപോകുന്നുണ്ട്. അവർ പറയുകയാണ്, അള്ളാഹുവേ, എനിക്ക് അടയാളം കാണിച്ചു തരേണമേ എന്ന് ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. ഇതും സന്മാർഗത്തിലേക്ക് വരുന്നതിനും യഥാർത്ഥ വഴി കാണിക്കാനുമുള്ള വലിയൊരു മാർഗമാകുന്നു. പഴയ അഹമ്മദികളാണെങ്കിലും നവാഗതരാണെങ്കിലും തങ്ങളുടെ ഈമാൻ സുദൃഢമാകുന്നതിനും എന്തെങ്കിലും അടയാളം കാണിച്ച് കിട്ടുന്നതിനും സന്മാർഗം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനു വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. അവർ തുടരുകയാണ്, ഏതായാലും ഇക്കാലയളവിൽ ഞാൻ നിരവധി സ്വപ്നങ്ങൾ കാണുകയുണ്ടായി. ഞാനൊരു സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു, ഞാനൊരു നദിയുടെ കരയിലാണ്. മറുകരയിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല ഏതോ ഹാളിലേക്ക് പോവുകയാണ്. ഞാൻ നദി കടന്ന് മറുകരയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വെള്ളത്തിന് നല്ല ശക്തമായ ഒഴുക്കുണ്ട്. അപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, അള്ളാഹു ഒരിക്കലും തന്റെ ദാസനെ ഒറ്റയ്ക്കാക്കുന്നതല്ല. അതോടൊപ്പം ആ നദി അവസാനിക്കുകയും ഞാൻ മറുഭാഗത്ത് എത്തുകയും ചെയ്യുന്നു. ഇതുപോലെ മറ്റൊരു സ്വപ്നത്തിൽ അവർ എന്നെയും കാണുകയുണ്ടായി. അവർ കണ്ട അവസ്ഥയിൽ ഒരുപാട് പ്രഭാവിതരുമായി. പറയുന്നു, മറ്റൊരു സ്വപ്നത്തിൽ ഞാൻ എൻ്റെ വല്യമ്മയെയും കാണുകയുണ്ടായി. അവർ എന്നോട് ഇസ്ലാമാബാദിൽ പോകുമ്പോൾ തന്നെയും ഓർക്കണമെന്ന് പറയുന്നു. അവർ പറയുന്നു, ഈ സ്വപ്നങ്ങളെല്ലാം എനിക്ക് സ്പഷ്ടമായ അടയാളങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്തു. ഈ വിധത്തിൽ വിരല് പിടിച്ച് അഹമ്മദിയത്തിലേക്ക് കൊണ്ടുവരുന്നതും ഹൃദയങ്ങളിൽ വിശ്വാസം ദൂരീകരിക്കുന്നതും ദൈവിക സഹായത്തിന്റെ അടയാളമല്ലാതെ മറ്റെന്താണ്? ഇനി ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് അള്ളാഹു ഒരാൾക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കാൻ തൗഫീക്ക് നൽകിയ ശേഷം എങ്ങനെയാണ് ഈമാൻ സുദൃഢമാക്കിയതെന്ന് നോക്കുക. ബുർക്കിനോ ഫാസയിലെ ഡോറി റീജിയനിലുള്ള ടാക്ക ജമാഅത്തിലെ ഒരു അഹമ്മദി ഖാദിം ജാബിർ സാഹിബ് കൃഷിപ്പണിക്കാരനായിരുന്നു. അദ്ദേഹത്തെ ഉഗ്രവാദികൾ പിടികൂടി. ഞങ്ങൾ ഇന്നലെ മഹദിയാബാദിൽ അഹമ്മദികളെ കൊന്നതുപോലെ നിങ്ങളെയും കൊല്ലുന്നതാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ വാങ്ങി ചെക്ക് ചെയ്തു. അതിൽ അഹമ്മദി മുബല്ലിഗുമാരുടെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രസംഗങ്ങൾ കേട്ടതിന് ശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ ഇവരെയൊക്കെ അന്വേഷിക്കുകയാണ്. കാരണം ഇവർ റേഡിയോയിൽ അഹമ്മദിയത്തിനെ പറ്റി തബ്ലീഗ് ചെയ്യുന്നു. അഹമ്മദി യുവാവിനോട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അഡ്രസ് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലെത്തുന്നതാണ്. ജാബിർ സാഹിബ് തന്റെ പിതാവിനെയും വീട്ടുകാരെയും കൂട്ടി ഡോറിയിലുള്ള മുഹമ്മദാബാദിലെത്തി. അവിടെ അഹമ്മദികളുണ്ട്. വീടിനെയും സാധന സാമഗ്രികളെയും കൂട്ടുകാരെയും ഉപേക്ഷിച്ചാണ് വന്നത്. അടുത്ത ദിവസം തീവ്രവാദികൾ ഗ്രാമത്തിലെത്തി. ഒരു വ്യക്തിയോട് നിർബന്ധിച്ച് അവരെ പറ്റി അന്വേഷിച്ച് അവിടെ എത്തുകയുണ്ടായി. വീട് മുഴുവൻ പരിശോധിച്ചു. സാധന സാമഗ്രികളെല്ലാം എടുത്തു പുറത്തേക്കെറിഞ്ഞു. മാത്രമല്ല അവിടെയുള്ള അഹമ്മദികളെ വധിക്കുമെന്ന് പറയുന്നുമുണ്ടായിരുന്നു. ഏതായാലും അവർ അഹമ്മദികൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജമാഅത്തി സംവിധാനത്തിന് കീഴിൽ മഹമ്മൂദാബാദിൽ താമസിക്കുന്നു. ബുർക്കിനോ ഫാസോയിലെ ശുഹദാക്കൾ തങ്ങളുടെ ജീവൻ നൽകിക്കൊണ്ട് അവിടെയുള്ള അഹമ്മദികളുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയല്ല ചെയ്തത്. മറിച്ച് എല്ലാ ദിവസവും അവരുടെ ഈമാൻ സുദൃഢമായി കൊണ്ടിരിക്കുന്നു. ഈ സാധുജനങ്ങൾ തങ്ങളുടെ വീടും സാധനങ്ങളും തങ്ങളുടെ ആശ്രയമായ ഉപജീവന മാർഗങ്ങളും ഉപേക്ഷിച്ചെങ്കിലും തങ്ങളുടെ വിശ്വാസം ത്യജിക്കുകയുണ്ടായില്ല. ഇവർക്ക് അഹമ്മദിയത്ത് സ്വീകരിച്ച് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. എന്നാൽ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവരുടെ വിശ്വാസത്തെ സുദൃഢമാക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല. ഒരു ഭാഗത്ത് അഹമ്മദിയത്തിന് എതിർപ്പുണ്ടായിട്ടും വിശ്വാസത്തെ
ബലവത്താക്കുന്ന ദൃശ്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജനഹൃദയങ്ങളെ തുറക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇതാണ് കാലഘട്ടം, നിങ്ങൾ അന്വേഷിക്കുവിൻ, അള്ളാഹു സഹായിക്കുന്നതാണ്. മധ്യാഫ്രിക്കയിലെ ഒരു സ്ഥലമായ യലൂക്കയിലുള്ള മൗലവി സാഹിബ് പറയുന്നു, ഞങ്ങൾ അവിടെ തബ്ലീഗിന് വേണ്ടി പോയപ്പോൾ അവിടെ 150 ആളുകൾ തബ്ലീഗ് കേൾക്കുവാൻ ഒരുമിച്ച് കൂടി. ഞാൻ ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ആഗമനത്തെ പറ്റി പ്രസംഗിച്ചു. തുടർന്ന് ചോദ്യോത്തര പരിപാടിയും ഉണ്ടായി. അവിടെയുള്ള സെൻട്രൽ ഇമാം സാംസ ഉമർ സാഹിബ് സംസാരിക്കാൻ അനുവാദം ചോദിച്ചു. അദ്ദേഹം തന്റെ പ്രഭാഷണം ജാൽ ഹഖ് വദഹക്കൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക്ക എന്ന ആയത്ത് കൊണ്ടാണ് തുടങ്ങിയത്. തുടർന്ന് പറഞ്ഞു, താങ്കൾ കേൾപ്പിച്ച സന്ദേശത്തെ പറ്റി ഞാൻ നേരത്തെ കേൾക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാ, ഇന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ സത്യം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം വന്നാൽ ഉടനെ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും എൻ്റെ 40 കൂട്ടുകാരും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ പ്രവേശിക്കുകയാണ്. അള്ളാഹു ഞങ്ങൾക്ക് ഈ സത്യത്തിൽ നിലയുറപ്പിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും ഇങ്ങനെയും ജനങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അള്ളാഹു എതിരാളികൾ ജമാഅത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നതിന്റെയും നിരവധി സംഭവങ്ങളുണ്ട്. മാലി കോലാകോറ റീജിയനിലുള്ള നംന എന്ന സ്ഥലത്ത് ഈ വർഷം കോലിക്കോറോ റീജിയണിന്റെ ജൽസ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനു മുമ്പേ റേഡിയോയിൽ വിളംബരവും ചെയ്തിരുന്നു. ഈ ഗ്രാമം ദൂരെയായതിനാൽ റേഡിയോ എപ്പോഴും നല്ലപോലെ കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ റേഡിയോ അവിടെയും കേൾക്കാൻ കഴിഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഒരു അനഹമ്മദി സുഹൃത്ത് സിദ്ദീഖ് ജറാസ് സാഹിബ് ജൽസയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അഹമ്മദിയത്തിന്റെ പാഠങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞിരുന്നു. അഹമ്മദിയത്തിനെ കേൾക്കരുതെന്നും അവർ കാഫ്രീങ്ങളാണെന്നും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഏതായാലും ഇദ്ദേഹത്തിന്റെ നിർബന്ധത്തിൽ രണ്ടുപേരും കൂടി ജൽസയിലെത്തി. വളരെ പ്രയാസപ്പെട്ട് 80 കിലോമീറ്റർ താണ്ടിയാണ് വന്നത്. അവിടെ പാതകൾ തന്നെ ഇല്ലാത്തതുപോലെയാണ്. ഏതായാലും അന്വേഷിച്ചു പിടിച്ച് ജൽസയ്ക്ക് 2 ദിവസം മുമ്പേ അവർ ജൽസ നടക്കുന്ന സ്ഥലത്തെത്തി. പ്രാദേശിക സദർ സാഹിബും ജമാഅത്ത് അംഗങ്ങളും അവരെ സൽക്കരിച്ച് ആദരിക്കുകയുണ്ടായി. ജൽസയ്ക്ക് മുമ്പേ തന്നെ അവർക്ക് അഹമ്മദിയത്തിനെ പറ്റി പരിചയപ്പെടാൻ കഴിഞ്ഞു. ജൽസയിൽ അവർ പ്രസംഗങ്ങളും ശ്രവിക്കുകയുണ്ടായി. ജമാഅത്തായ തഹജ്ജുദ് നമസ്കാരവും ജമാഅത്ത് അംഗങ്ങളുടെ പരസ്പരമുള്ള സ്നേഹവും ആത്മാർത്ഥതയും അവരെ ഹഠാത് ആകർഷിച്ചു. ജൽസയുടെ സമാപനത്തിൽ അതിഥികളെന്ന നിലയ്ക്ക് തങ്ങളുടെ അനുഭവം പങ്കുവെക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവരെല്ലാ സംഭവങ്ങളും വിവരിച്ചതിന് ശേഷം അഹമ്മദിയത്ത് സ്വീകരിക്കുകയാണെന്ന് വിളംബരം ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്തോ പറയാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തിന് മോശം അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനാണ് കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ സ്വയം അഹമ്മദിയത്തിന്റെ വക്താവാകുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹവും അഹമ്മദിയത്ത് സ്വീകരിച്ചു. കാങ്കോ ബ്രാസയിലും ആഫ്രിക്കയിലെ ഒരു രാജ്യമാകുന്നു. അവിടെ സാരിയേൽ സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ FA പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഒരു ഗ്രാമത്തിലെ കാത്തോലിക്ക മിഷണറിയിൽ നിന്ന് ക്രിസ്തീയ പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങി. മിഷണറി പഠനത്തിന് ശേഷം ചർച്ച് മുഖേന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിരുന്നു പരിപാടി. ഇതിനിടയിൽ നമ്മുടെ മുബല്ലിഗുമായി അദ്ദേഹം ബന്ധപ്പെടാനിടയായി. പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. അഹമ്മദിയ ജമാഅത്തിന്റെ തെളിവുകൾക്ക് അയാളുടെ പക്കലോ അയാളുടെ ടീച്ചറുടെ പക്കലോ മറുപടിയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ക്രിസ്തീയ മിഷണറി ആകുന്നതിന് പകരം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഇപ്പോൾ ദാഇൽ അല്ലാഹ് നിലയ്ക്ക് തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെനഗലിലെ താംബോക്കൊണ്ട എന്ന റീജനിൽ ഒരു സ്ഥലത്ത് തബ്ലീഗി പ്രോഗ്രാം ഉണ്ടാക്കിയിരുന്നു. പറയുന്നു, അവിടെ ഏതാനും വർഷം മുമ്പ് ഒരാൾ തന്റെ ഭാര്യ മക്കളുമായി അഹമ്മദിയത്തിൽ ചേർന്നിരുന്നു. എന്നാൽ ഗ്രാമവാസികൾ എതിർപ്പ് തുടങ്ങി. ഈ വർഷം ഗ്രാമപ്രമുഖനെയും ഇമാമിനെയും കൂടെ സന്ദർശിച്ചതിന് ശേഷമാണ് അവിടെ തബ്ലീഗി പരിപാടി ഉണ്ടാക്കിയത്. അടുത്ത ഗ്രാമങ്ങളിലെ ചീഫുമാരെയും ഇമാമുമാരെയും കൂടാതെ സാധാരണക്കാരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു.
മൗലവിമാർ ഇസ്ലാമിന്റെ വർത്തമാനകാല അവസ്ഥകൾ, വാഗ്ദത്ത മസീഹിന്റെ ഈ കാലഘട്ടത്തിലെ ആവശ്യകത, ഈ കാലഘട്ടത്തിൽ മസീഹ് മൗദിന്റെ ആഗമനം, ഇസ്ലാമിന്റെ പുരോഗതിയിൽ അഹമ്മദിയത്തിന്റെ പങ്ക് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി. തുടർന്ന് ചോദ്യോത്തര പരിപാടിയും ഉണ്ടായിരുന്നു. മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ആളുകൾ തങ്ങൾ അയൽ രാജ്യമായ ഗാംബിയയിൽ നിന്ന് അഹമ്മദിയത്തിനെ പറ്റി കേട്ടിട്ടുണ്ടെന്നും എന്നാൽ വിശ്വാസാദർശങ്ങളെപ്പറ്റി അറിയുകയില്ലെന്നും പറഞ്ഞു. ഇന്ന് ഈ ജൽസയിൽ അഹമ്മദിയത്തിന്റെ വിശ്വാസങ്ങളുടെ വിശദീകരണം ശ്രമിച്ചപ്പോൾ യാതൊരു ചോദ്യവും ഉന്നയിക്കാതെ തങ്ങൾ അഹമ്മദിയത്തിൽ പ്രവേശിക്കുകയാണെന്നും വിളംബരപ്പെടുത്തി. തുടർന്ന് ഗ്രാമത്തിലെ ഇമാം എഴുന്നേറ്റ് എന്ന് അഹമ്മദിയത്തിന്റെ സത്യസാക്ഷ്യം വിളംബരപ്പെടുത്തി. പ്രസ്തുത ഗ്രാമത്തിലെ ചീഫ് തന്റെ കുടുംബത്തോടൊപ്പം അഹമ്മദിയത്ത് സ്വീകരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രോതാക്കളോട് പറഞ്ഞു, ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, പിന്നീട് ഒഴികഴിവുകൾ സ്വീകരിക്കുന്നതല്ല. തുടർന്ന് എല്ലാ സഭാവാസികളും തങ്ങളുടെ കുടുംബത്തോടൊപ്പം അഹമ്മദിയത്തിൽ പ്രവേശിക്കുകയാണെന്ന് വിളംബരപ്പെടുത്തി. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ നല്ലപോലെ ബയ്യത്ത് നടക്കുകയുണ്ടായി. റഷ്യൻ സ്റ്റേറ്റുകളിൽ പെട്ടിരുന്ന ഒരു രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെ നവ അഹമ്മദി മുസ്ലിം മൻസൂർ സാഹിബ് പറയുന്നു, ആദ്യം ഞാൻ ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിൽപ്പെട്ട ആളായിരുന്നു. ഒരു ദിവസം എൻ്റെ സുഹൃത്ത് അറബി പഠിക്കുന്നതിന് വേണ്ടി ഒരു അഹമ്മദി ഉസ്താദിന്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ അറബി പഠിക്കുന്നതോടൊപ്പം ഉസ്താദിനോട് ഇസ്ലാമിനെ പറ്റിയും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. എനിക്ക് മനസ്സിന് തൃപ്തികരമായ നല്ല ഉത്തരങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ശരിയായ മറുപടി, അത് ഹൃദയസ്പർശിയായ തർക്കശാസ്ത്രപരമായ മറുപടിയും യാഥാർത്ഥ്യവുമായത് അഹമ്മദീയ ജമാഅത്തിലല്ലാതെ മറ്റെവിടെയും കിട്ടുകയില്ല. കാരണം ഞങ്ങൾക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമാണ് ഈ മറുപടികളും വിശദീകരണങ്ങളും നൽകിയത്. ഞാൻ ഈ മറുപടികളുടെ ഉറവിടം എവിടെയാണെന്നും അതിന്റെ ഉറവിടം ഏതാണെന്നും എവിടെ നിന്നാണ് ഇതെല്ലാം കിട്ടിയതെന്നും ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങൾക്ക് അഹമ്മദിയത്തിനെ പരിചയപ്പെടുത്തി തന്നു. കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. എനിക്ക് സ്ഥിരത കിട്ടാൻ വേണ്ടി ദുആ ചെയ്താലും അള്ളാഹു ജനങ്ങൾക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ സത്യസാക്ഷ്യം മാത്രമല്ല വ്യക്തമാക്കി കൊടുക്കുന്നത്, മറിച്ച് അഹമ്മദിയ ഖിലാഫത്തിന്റെ വ്യവസ്ഥിതിയുടെ പിന്തുണയ്ക്ക് വേണ്ടിയും ദൃശ്യങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു. സ്വപ്നങ്ങൾ മുഖേന അവരെ നേരത്തേതിലും സുദൃഢമാക്കുകയും ചെയ്യുന്നു. സെനഗലിലെ താംബാക്കോണ്ട റീജിയണിൽ അവിടെയുള്ള മൗല്യം തബ്ലീഗ് പര്യടനത്തിനായി പോയിരുന്നു. പറയുന്നു, മൗല്യമ്യങ്ങൾ തബ്ലീഗ് ആരംഭിക്കുകയും ജമാഅത്തിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മുഹമ്മദ് ജിയാലു എന്ന പേരിലുള്ള ഒരാൾ വന്ന്, നിങ്ങൾ അഹമ്മദിയ ജമാഅത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചു. മൗലവി സാഹിബ് അതെ എന്ന് പറഞ്ഞപ്പോൾ ജിയാലു സാഹിബ് പറഞ്ഞു, കുറച്ചു ദിവസം മുമ്പ് അയാൾ ഒരു സ്വപ്നത്തിൽ ഒരാൾ വന്ന് അദ്ദേഹത്തോട് ഇസ്ലാമിക സംഘടനകളിൽ അഹമ്മദിയത്ത് മാത്രമാണ് സത്യസന്ധവും ശരിയുമായ ഇസ്ലാമിനെ പ്രതിദാനം ചെയ്യുന്നതെന്നും അതിൽ പ്രവേശിക്കുക എന്നും പറയുകയുണ്ടായി. അതിൻ്റെ അടുത്ത ദിവസമാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഏതായാലും അതിലെന്തെങ്കിലും സത്യമുണ്ടായിരിക്കുന്നതാണ്. മൗലവി സാഹിബ് മൊബൈലിൽ ഖലീഫുമാരുടെ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു. അതിൽ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞു, ഈ വ്യക്തിയെയാണ് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അഹമ്മദി ജമാഅത്തിന്റെ ഖലീഫയാകുന്നു. ഈ സംഭവം കേൾപ്പിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ അശ്രുപൊഴിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വികാരാധീനനായി തന്റെ കുടുംബത്തോടൊപ്പം അഹമ്മദിയത്തിൽ പ്രവേശിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ അദ്ദേഹം തബ്ലീഗ് ചെയ്യുന്നുണ്ട്. സ്വപ്നമുഖേന അഹമ്മദിയത്ത് സ്വീകരിച്ച മറ്റൊരു സംഭവം കൂടിയുണ്ട്. കാങ്കോ കോൺഷാസ, അവിടെ നിന്നും നൂറുകണക്കിന് മേൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ്. അവിടെയുള്ള സദർ ജമാഅത്ത് പറയുന്നു, അവിടെ ഒരു സ്ഥലത്ത് ബാസിം മുനീർ ക്രിസ്തു മതത്തിൽ നിന്ന് അഹമ്മദിയാവുകയുണ്ടായി. അവിടെ ജമാഅത്തിലെ മുബല്ലിഗുമാർ തബ്ലീഗ് ചെയ്യാൻ എത്തിയതായിരുന്നു. ഞാൻ ഇസ്ലാമിനെ ഭീകരവാദമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അമുസ്ലിങ്ങൾ ഇതാണ് ഇസ്ലാമിനെ പറ്റി പ്രചരിപ്പിക്കുന്നതും. എന്നാൽ അഹമ്മദി മുബല്ലിഗ് പറഞ്ഞ ഇസ്ലാമിന്റെ കാര്യങ്ങൾ എനിക്ക് കൗതുകകരമായി അനുഭവപ്പെട്ടു.
ഞാൻ ക്രിസ്തുമതത്തിൽ വിരക്തിയുള്ളവനായിരുന്നു. ഇതെല്ലാം ആയപ്പോൾ ഞാൻ ഏറെ ആശങ്കയിലുമായിരുന്നു. അങ്ങനെ ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഒരു രാത്രി ഒരു വലിയ മനുഷ്യൻ വന്ന് ഇതെല്ലാം ഒഴിവാക്കി ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നതായി സ്വപ്നം കണ്ടു. അതിന്റെ വ്യാഖ്യാനം അള്ളാഹു എനിക്ക് മനസ്സിലാക്കിയത് ക്രിസ്തുമതം ഉപേക്ഷിച്ച് അഹമ്മദീയത്തിലേക്ക് വരൂ എന്നാണ്. അങ്ങനെ ഞാൻ ബയ്യത്ത് ചെയ്ത് അഹമ്മദീയത്തിൽ പ്രവേശിച്ചു. ചാഡ് ആഫ്രിക്കയിലെ മറ്റു രാജ്യമാകുന്നു. അവിടെയുള്ളൊരു സംഭവമുണ്ട്. അവിടെ അറേബ്യൻ ഗോത്രത്തിൽപ്പെട്ട അബ്ദുള്ള മൂസ സാഹിബ് ഉണ്ട്. മുബല്ലിഗ് ഇൻചാർജ് പറയുന്നു, നമ്മുടെ ലോക്കൽ മൗലവി അദ്ദേഹത്തെ കാണാൻ പോയി. ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ പോയതായിരുന്നു. മൗലവി സാഹിബ് രണ്ടാം തവണയും അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയപ്പോൾ ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ ഗ്രന്ഥമായ ഇസ്ലാമി ഉസൂൽ കി ഫിലോസഫിയുടെ അറബി തർജ്ജമ അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അബ്ദുള്ള സാഹിബ് ചാടിന്റെ തലസ്ഥാനത്ത് എത്തിയപ്പോൾ മൗലവി സാഹിബിനെ ബന്ധപ്പെടുകയും ഈസാ നബിയുടെ മരണത്തെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, ഞാൻ ഈസാ നബി ജീവിച്ചിരിക്കുന്നു എന്നതിന് സംബന്ധമായി ഉലമാക്കളോട് പല പ്രാവശ്യം ചോദിച്ചിരുന്നു. പക്ഷെ ആരും തൃപ്തികരമായ മറുപടി നൽകിയില്ല. രാത്രി മൗലവി സാഹിബിന്റെ അടുക്കൽ തന്നെ തങ്ങുകയുണ്ടായി. രാത്രി മുഴുവനും അഹമ്മദി ജമാഅത്തിനെ പറ്റിയും ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിനെ പറ്റിയും ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു എനിക്ക് മാർഗദർശനം നൽകാൻ ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം കുറച്ചു സമയം ഉറങ്ങി. പെട്ടെന്ന് തന്നെ ഉണരുകയും ചെയ്തു. എന്നിട്ട് മൗലവി സാഹിബിനോട് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ ഇസ്മുഹു അഹമ്മദ് എന്നൊരു ശബ്ദം കേൾക്കുകയുണ്ടായി. മൗലവി സാഹിബ് ഈ ആയത്തിനെ പറ്റി അതിൽ അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകരുടെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവുമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുള്ള സാഹിബ് പറഞ്ഞു, അള്ളാഹു എനിക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന് അറബി അറിയാമായിരുന്നു. ഏതായാലും ഈ ആയത്തിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ടെന്നറിഞ്ഞപ്പോൾ അഹമ്മദിയാവുകയുണ്ടായി. മാർഷൽ ഐലൻഡ് തികച്ചും ഒരു അമേരിക്കൻ ദ്വീപാകുന്നു. അവിടെയുള്ള മുബല്ലിഗ് എഴുതുന്നു, ഹറമുൽ അജർ സാഹിബ് ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു. മുബല്ലിഗ് സാഹിബ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് മാർഷേലി ഭാഷയിൽ തർജ്ജമ ചെയ്യണമായിരുന്നു. തർജ്ജമ ചെയ്യിക്കാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. അത് വിശുദ്ധ ഖുർആന്റെ ആയത്താണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പരിഭ്രമിക്കുകയുണ്ടായി. ഇസ്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും പുതുമയുള്ളതായിരുന്നു. പറയുന്നു, ഏതെങ്കിലും മതകാര്യങ്ങൾ തർജ്ജമ ചെയ്യുന്നതിൽ എനിക്ക് ഭയമുണ്ട്. പ്രത്യേകിച്ചും ഖുർആനും ബൈബിളിനും ഇടയിൽ വലിയ അന്തരമുണ്ട്. ഏതായാലും അദ്ദേഹം തർജ്ജമ ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മാർഷേലി ഭാഷ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം ഭാഷ പഠിപ്പിക്കാൻ മസ്ജിദിൽ വന്നിരുന്നു. ഇതിനിടയിൽ പല പ്രാവശ്യം ഇസ്ലാമിനെ പറ്റിയും സംസാരമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിക പാഠങ്ങളെപ്പറ്റി നല്ലപോലെ മനസ്സിലാക്കി. അധിക നാൾ കഴിയുന്നതിന് മുമ്പേ ഞാൻ മുബല്ലിഗ് സാഹിബിനോട് മാർഷൽ ഐലൻഡ് നിവാസികൾക്ക് വേണ്ടി ഹദരത്ത് മസീമ അലി ഇസ്ലാമിന്റെ കൃതിയായ നമ്മുടെ അധ്യാപനങ്ങൾ മാർഷേലി ഭാഷയിൽ തർജ്ജമ ചെയ്യാൻ നിർദ്ദേശം നൽകുകയുണ്ടായി. കാരണം നവാഹമ്മദികൾക്ക് തർബിയത്തിന്റെ നല്ല ആവശ്യമുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ വീണ്ടും അദ്ദേഹത്തോട് സംബന്ധിച്ച് സംസാരിച്ചു. അദ്ദേഹം സഹായിക്കാമെന്നേറ്റു. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ഇസ്ലാമിനെ പറ്റി അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ മാറിയിരിക്കുന്നു. ഇത്തവണ അദ്ദേഹം തന്റെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രാർത്ഥിക്കുക, പക്ഷേ ഈസാ അലി ഇസ്ലാമിനോടല്ല, മറിച്ച് അള്ളാഹുവിന്റെ സവിധത്തിൽ ദുആ ചെയ്യുക. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം സാംസ്കാരിക മന്ത്രാലയം അദ്ദേഹത്തിന് പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി അദ്ദേഹത്തിന്റെ ഫീൽഡിൽ തന്നെ ജോലി നൽകുകയുണ്ടായി. അദ്ദേഹം അപേക്ഷിച്ച അതേ സ്ഥലത്ത് തന്നെ ജോലി കിട്ടി. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈസാ അലി ഇസ്ലാമിന്റെ നാമം ഉച്ചരിക്കുന്നതിൽ നിന്ന് ഞാൻ എന്നെ തടയുകയാണ് ചെയ്യാറുള്ളത്. മറിച്ച് ഞാൻ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന്റെ ജോലിക്ക് അംഗീകാരവും ലഭിച്ചു. ദുആ സ്വീകാര്യതയുടെ ഈ അടയാളവും
ഹദരത്ത് മസീം അലി ഇസ്ലാമിന്റെ വാക്കുകൾ വായിക്കുകയും ചെയ്തപ്പോൾ ലാജർ സാഹിബ് ബയ്യത്ത് ചെയ്തു. മാത്രമല്ല ഹദരത്ത് മസീം ഇസ്ലാമിന്റെ ഗ്രന്ഥമായ നമ്മുടെ അധ്യാപനങ്ങളുടെ മാർഷേലി ഭാഷയിലുള്ള തർജ്ജമയും പൂർത്തിയാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് അള്ളാഹു ജനഹൃദയങ്ങളെ ഇസ്ലാമിലേക്കും ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിലേക്കും തിരിക്കുന്നതെന്ന് നോക്കുക. ക്രിസ്ത്യാനികൾ ലോകത്ത് തങ്ങളുടെ പതാക നാട്ടുമെന്ന് പറഞ്ഞ കാലം എവിടെ? ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഹദരത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതാകയ്ക്ക് കീഴിൽ വരികയാണ്. ഇതെല്ലാം കാണുമ്പോഴും മതത്തിന്റെ കൊട്ടേഷൻ എടുത്തിട്ടുള്ള ഈ നാമധാരികളുടെ കണ്ണുകൾ തുറക്കുന്നില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ അള്ളാഹുവുമായിട്ട് മാത്രമാണ്. അള്ളാഹു ഹദരത്ത് മസീമദ് അലി ഇസ്ലാം മുഖേന ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കാനുള്ള കർത്തവ്യം അഹ്മദിയ ജമാഅത്ത് മുഖേന നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് പരക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതാണ്. ഈ ദൈവിക പ്രവൃത്തിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ഓരോ അഹമ്മദിയും മനസ്സിലാക്കുക, ഹദരത്ത് മസീം അലി ഇസ്ലാമിന്റെ വാദങ്ങൾ അംഗീകരിച്ചാൽ മാത്രം പോരാ, മറിച്ച് നമുക്കുള്ളിൽ പരിശുദ്ധ മാറ്റം ഉണ്ടാക്കേണ്ടതാണ്. അത് അള്ളാഹു അയച്ച അധ്യാപനത്തിന്റെ യഥാർത്ഥ മാതൃകയായിരിക്കണം. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിയിൽ ചരിക്കുന്നതിന്റെ കർമ്മരൂപമായിരിക്കണം. ഇതുണ്ടാകുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഫലസ്തീനികൾക്ക് വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു അവർക്ക് മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ യുദ്ധം നിർത്തുകയാണെന്ന് പറയുന്നു. എന്നാൽ അതിനുശേഷം എന്തായിരിക്കും അവസ്ഥ? സഹായം എത്തിയതിനു ശേഷം വീണ്ടും അവരടിക്കുന്നതാണ്. ഇസ്രായേലി ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങൾ ഭയാനകമായി തോന്നുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ സർക്കാരിന്റെ ഒരു പ്രധാന ഉപദേശകൻ പറഞ്ഞത്, യുദ്ധം നിർത്തിയതിനു ശേഷം വീണ്ടും ഉടൻ തന്നെ യുദ്ധം ആരംഭിച്ചില്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നാണ്. ഇതാണ് അവരുടെ ചിന്താഗതി. വലിയ ശക്തികൾ പ്രത്യക്ഷത്തിൽ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നുവെങ്കിലും നീതി നടപ്പാക്കാൻ ആഗ്രഹിക്കുകയോ ഈ വിഷയത്തെ അവധാനതയോടെ എടുക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്നില്ല. ഇതെല്ലാം ഇവിടെ മാത്രമായിരിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ ബുദ്ധിയുള്ളവർ പറയുന്നു, ഈ യുദ്ധം കേവലം ഈ പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് പുറത്തേക്ക് വ്യാപിക്കുന്നതാണ്, അവരുടെ രാഷ്ട്രങ്ങളിലേക്കും എത്തുന്നതാണ്. മുസ്ലിം രാഷ്ട്രങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൗദി രാജാവ് മുസ്ലിങ്ങൾ ഒരൊറ്റ ശബ്ദമാകണമെന്ന് പറഞ്ഞതായി കേട്ടു. അതിന് ഒരു ശബ്ദമായി മാറണം. അതിനുവേണ്ടി നല്ലപോലെ പരിശ്രമിക്കേണ്ടതായി വരും. ഈ ബോധം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പ്രാവർത്തികമാക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും ദുആകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. നമസ്കാരത്തിന് ശേഷം ഞാൻ ചില ജനാസ ഗായിബ് നമസ്കാരങ്ങളും അനുഷ്ഠിക്കുന്നതാണ്. ഇതിലാദ്യത്തെ അനുസ്മരണം മുറബി സിൽസിലയായ അബ്ദുസ്സലാം ആരിഫ് സാഹിബിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം 54-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മാതാമഹന്റെ ഉപ്പ ഹാജി ഹസൻ ഖാൻ സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. അദ്ദേഹം 1937 രണ്ടാം ഖിലാഫത്ത് കാലത്താണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അബ്ദുസ്സലാം സാഹിബിന്റെ ഭാര്യയും നേരത്തെ വഫാത്തായിട്ടുണ്ട്. അള്ളാഹു ഇവർക്ക് 2 ആൺമക്കളെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. 2 പേരും വിശുദ്ധ ഖുർആൻ ഹാഫിളുമാരാണ്. ഒരാൾ മുറബിയുമാണ്. രണ്ടാമത്തെയാളും വാക്കിഫെ സിന്ദഗിയാകുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ മകൻ ഹാഫിൽ അബ്ദുൽ മുനീം മുറബി സിൽസില പറയുന്നു, എൻ്റെ പിതാവ് നല്ല സ്നേഹമുള്ളയാളായിരുന്നു. സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് തർബിയത്ത് നൽകി. തൻ്റെ സഹോദരങ്ങളോടും അവരുടെ മക്കളോടും സ്നേഹപൂർവ്വം പെരുമാറിയിരുന്നു. മാത്രമല്ല സഹോദരങ്ങളോട് കുടുംബബന്ധവും സ്നേഹവും നിലനിർത്തി. ജനങ്ങളോടും നല്ല സ്നേഹബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ വരികയും തങ്ങളുടെ ബന്ധത്തെപ്പറ്റി പറയുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിനോടും ഖിലാഫത്തിനോടുള്ള സ്നേഹം എത്രമാത്രം രൂഢമൂലമാക്കി എന്നാൽ ഇനി അതൊരിക്കലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതല്ല.
മാത്രമല്ല ഞങ്ങളോട് ഞങ്ങളുടെ മക്കൾക്ക് ഇതേപ്പറ്റി ഉപദേശിക്കണമെന്നും പറഞ്ഞിരുന്നു. അതേ 2 സഹോദരന്മാരും വഖഫാണ്. രണ്ടാമത്തെ സഹോദരനും വാക്കിഫാകുന്നു. പറയുന്നു, മാതാവ് വഫാത്തായപ്പോൾ ഞങ്ങളോട് ക്ഷമ കാണിക്കാൻ ഉപദേശിക്കുകയും സ്വയം ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മുബല്ലിഗായ സുഹൃത്ത് രാജാ മുബാറക് സാഹിബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു. അധിക സമയവും ജാമ്യയിലും ഫീൽഡിലും അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. മലക്കിന്റെ പ്രകൃതമുള്ള മനുഷ്യനായിരുന്നു. ഇബാദത്തിലും നന്മയിലും ഉന്നത സ്ഥാനീയനുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പലതും പഠിച്ചിട്ടുണ്ട്. വളരെ മാന്യമായ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. തെളിവുകൾ സഹിതം സംസാരിക്കുമായിരുന്നു. ആരോടും വഴക്കുകൂടിയിരുന്നില്ല. മറ്റുള്ളവർ അദ്ദേഹത്തോട് ചണ്ടുകൂടുകയോ അതിക്രമം കാട്ടുകയോ ചെയ്താൽ പോലും അദ്ദേഹം സുസ്മേരവതനായി പെരുമാറിയിരുന്നു. ആരെയും നിന്ദിക്കാനും ഭർഷിക്കാനും ശ്രമിച്ചിട്ടില്ല. എല്ലാ ഓരോരുത്തരുടെയും കാര്യം നല്ലപോലെ ശ്രദ്ധിക്കുമായിരുന്നു. ഇതുതന്നെയാണ് ഒരു മുറബിയുടെ യഥാർത്ഥ സവിശേഷതയും. അദ്ദേഹം നിന്ന സ്ഥലങ്ങളിലെല്ലാം നൂറുകണക്കിന് ആളുകൾക്കുള്ളിൽ ഖിലാഫത്തിനോടുള്ള സ്നേഹം നിറയ്ക്കുകയുണ്ടായി. എത്ര ആഴത്തിൽ അവർക്ക് തർബിയത്ത് നൽകിയെന്നാൽ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിലെ ആളുകൾ അദ്ദേഹം വഫാത്തായത് അറിഞ്ഞപ്പോൾ എത്തുകയും അദ്ദേഹത്തെ പറ്റിയുള്ള സ്മരണകൾ ഓർത്തുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ അനാഥമാക്കി പോയെന്ന് പറഞ്ഞ് തേങ്ങിക്കരയുന്നുമുണ്ടായിരുന്നു. അദ്ദേഹം മൈലുകളോളം കാൽനടയായി പോയിരുന്നു. 5-10 കിലോമീറ്റർ കാൽനടയായി പോകുമായിരുന്നു. ജമാഅത്ത് സൗകര്യം തന്ന സ്ഥിതിക്ക് രക്ഷയോ മറ്റോ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ നടന്നുകൊണ്ട് ജമാഅത്തിന്റെ പൈസ സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രയാസമെന്ന് ചോദിക്കുമായിരുന്നു. അദ്ദേഹം കാൽനടയായി മൈലുകളോളം ദൂരം സഞ്ചരിക്കുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇത്തരം കൂറുള്ള അധ്വാനശീലരായ മുറബിമാരെ അള്ളാഹു എപ്പോഴും ജമാഅത്തിന് നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടരുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ഡോക്ടർ മുഹമ്മദ് കാസിം ഖാൻ സാഹിബിൻ്റെതാണ്. അദ്ദേഹം കാനഡയിലായിരുന്നു. ബൈത്തുൽമാൽ ഖർച്ചിലെ മുൻ നായിബ് നാസറുമാകുന്നു. റിട്ടയർഡ് ആയതാണ്. 83-ാം വയസ്സിലാണ് വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം നസർ അഹമ്മദ് ഖാൻ സാഹിബിന്റെ മകനും ഖാദി മുഹമ്മദ് നസീർ സാഹിബ് ലായൽപൂരിയുടെ ജാമാതാവുമാകുന്നു. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ഖാലിദ് ഖാൻ സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന് ഖിലാഫത്തിന്റെ 4 കാലഘട്ടങ്ങൾ കാണാൻ തൗഫീക്ക് ലഭിച്ചിരുന്നു. 3-ാം ഖിലാഫത്ത് കാലത്ത് മുഴുവനും പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ തൗഫീക്ക് ലഭിച്ചു. മുജാഹിദ് ഫോഴ്സിൽ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് രാജ്യത്തെയും ജമാഅത്തിനെയും സേവിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. യുദ്ധവേളയിൽ ഫുർഖാൻ ഫോഴ്സ് ഉണ്ടാക്കിയപ്പോൾ ഇദ്ദേഹം അവിടെയും ഉണ്ടായിരുന്നു. 5 നേര നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണം എന്നിവയിലുള്ള വളരെയേറെ കൃത്യനിഷ്ഠ പുലർത്തിയിരുന്നു. മക്കളെയും ഇതിനുവേണ്ടി ഉപദേശിച്ചിരുന്നു. ലാളിത്യത്തിന്റെയും വിശ്വസ്തയുടെയും ഉന്നത മാതൃകയായിരുന്നു. മക്കളോടും ഖിലാഫത്തുമായി പ്രതിത്വ പുലർത്താൻ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഖിലാഫത്തിന്റെ കാര്യത്തിൽ ഊരിപ്പിടിച്ച വാളായിരുന്നു. അള്ളാഹു പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടരുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനിയുള്ള അനുസ്മരണം നമ്മുടെ ജമാഅത്തിലെ സുപ്രസിദ്ധ കവി അബ്ദുൽ കരീം ഖുദ്സി സാഹിബിൻ്റെതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേതിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് മിയാൻ അള്ളാ ദത്ത സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. അദ്ദേഹം 1934 ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ബൈഅത്ത് ചെയ്തത്. പിന്നെ അഹമ്മദിയായ ശേഷം ജീവിതം വഖഫ് ചെയ്ത ആളെപ്പോലെയാണ് കഴിച്ചുകൂട്ടിയത്. എപ്പോഴും തബ്ലീഗ് ചെയ്യുമായിരുന്നു. ഒരുപാട് കുടുംബങ്ങൾ അഹമ്മദികളാക്കി. ജീവിതം മുഴുവനും വഖഫിന്റെ ആത്മാവോടുകൂടി ജമാഅത്തി സേവനങ്ങൾ ചെയ്യുകയുണ്ടായി. ബുഷ്ര കരീം സാഹിബയാണ് പരേതന്റെ ഭാര്യ. ഇവരുടെ നിക്കാഹ് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആലയാണ് നിർവഹിച്ചത്. ഇവർക്ക് 4 മക്കളാണുള്ളത്. മൂത്ത മകൻ അബ്ദുൽ കബീർ കമർ സാഹിബ് മുറബിയാണ്. ഇപ്പോൾ റബുവ
ജാമിയ അഹമ്മദിയയിൽ അധ്യാപകനുമാകുന്നു. ഖുദ്സി സാഹിബും ജമാഅത്തി സേവനം ചെയ്തുകൊണ്ടിരുന്നു. 30 വർഷത്തോളം ലാഹോർ ജില്ലയിലെ രച്ചന ടൗൺ മജ്ലിസ് ജമാഅത്തിലെ മാൽ സെക്രട്ടറി ആയിരുന്നു. ഇത് കൂടാതെ വിവിധ വകുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല കവിതകൾ രചിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിരവധി കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ ഒരു കർമ്മം യാ ഐന ഫൈലുല്ലാഹി എന്ന അറബി കസീദയുടെ ഉറുദു, പഞ്ചാബി ഭാഷകളിലുള്ള കാവ്യരൂപത്തിലുള്ള തർജ്ജമയാണ്. ഇത് കൂടാതെ ദുർറെ സമീനിലെ 313 വരികളുടെ പഞ്ചാബി തർജ്ജമയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കാലത്ത് സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു ഭ്രമമുണ്ടായിരുന്നു. അതേപ്പറ്റി അദ്ദേഹം സ്വയം എഴുതുന്നു. 1968 ഞാൻ എൻ്റെ ഗ്രാമമായ കർത്തൂപ്പിണ്ട് വരിയിൽ നിന്ന് ലാഹോറിൽ ജോലി ആവശ്യാർത്ഥം വരികയുണ്ടായി. അവിടെ എത്തിയപ്പോൾ സെക്കുലർ ചിന്താഗതികൾ ഉണ്ടാകാൻ തുടങ്ങി. നമസ്കരിക്കുമായിരുന്നു. മസ്ജിദ് ദൂരെ ആയതുകൊണ്ട് ചിലപ്പോൾ മസ്ജിദിൽ പോകും, ചിലപ്പോൾ ജുമാ നമസ്കരിക്കും, അല്ലെങ്കിൽ ഇല്ല. ഒരിക്കൽ ജുമാ ദിവസം ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്നു. അടുത്തു തന്നെ അനഹമ്മദികളുടെ മസ്ജിദ് ഉണ്ടായിരുന്നു. അവിടെ ജുമാ നമസ്കരിക്കാൻ പോയി. അവിടെയുള്ള മൗലവിയുടെ അവസ്ഥ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. മൗലവി സാഹിബ് പകുതി ഖുത്ബ ഷീസാൻ എന്ന പാനീയത്തെ പറ്റിയാണ് നൽകിയത്. ഷീസാൻ അഹമ്മദികൾ ഉണ്ടാക്കുന്ന സർബത്താണ്. അഹമ്മദി ഫാക്ടറിയിലാണ് അത് തയ്യാറാക്കുന്നതും. പറയുന്നു, മറ്റു കാര്യങ്ങളോടൊപ്പം അയാൾ പറഞ്ഞു, ഇവർ ഈ പാനീയത്തിൽ റബുവയിലെ മണ്ണും ചേർക്കുന്നുണ്ട്. അതായത് ഈ സർബത്തിൽ റബുവിലെ മണ്ണും ചേർക്കുന്നുണ്ട് അത്രേ. അതുകൊണ്ട് ആരും അത് കുടിക്കരുത്. ഞാൻ അയാളുടെ ഖുത്ബ കേട്ടെങ്കിലും നമസ്കരിക്കാതെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. എൻ്റെ സുഹൃത്ത് ചോദിച്ചു, എന്തു പറ്റി? ഞാൻ പറഞ്ഞു, നിങ്ങൾ മൗലവി പറഞ്ഞ തോന്നിയാസങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഒഴിവാക്കൂ, അവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തു വന്നപ്പോൾ ഒരു കടയിൽ മൗലവി സാഹിബ് നിന്ന് ഷീസാൻ സർബത്ത് കുടിക്കുന്നതാണ് കണ്ടത്. എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മൗലവിയോട് ചോദിച്ചു, നിങ്ങളിൽ ഇപ്പോൾ ഷീസാനെതിരിൽ വലിയ പ്രസംഗം നടത്തിയത് ഇപ്പോൾ അത് തന്നെ കുടിക്കുകയാണോ? അയാൾ പറഞ്ഞു, ഡോക്ടർ എന്നോട് കൃത്രിമ മധുരങ്ങൾ ചേർത്ത പാനീയങ്ങളൊന്നും കുടിക്കരുതെന്നും ഷീസാൻ കുടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഷീസാൻ തികച്ചും ശുദ്ധമാകുന്നു. അതുകൊണ്ട് ഞാനിത് ഔഷധം എന്ന നിലയ്ക്കാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, റബുവിലെ മണ്ണ് ചേർത്ത കാര്യമോ? അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പൊടുപ്പൊന്നെങ്കിലും ചേർത്തില്ലെങ്കിൽ ഞങ്ങളുടെ കച്ചവടം എങ്ങനെ നടക്കാനാണ്? നമ്മൾ കച്ചവടം നടത്തുകയാണെന്ന് പറയുന്നു, പക്ഷേ നടത്തുന്നത് അവർ തന്നെയാണ്. ഏതായാലും ഇങ്ങനെ നിരവധി സംഭവങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഖിലാഫത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹബന്ധമായിരുന്നു. തൻ്റെ മക്കളിലും തലമുറയിലും ഈ ബന്ധമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ ജമാഅത്തിലെ അറിയപ്പെടുന്ന കവിയുമായിരുന്നു. അത് അദ്ദേഹം വലിയ ബഹുമതിയായി കരുതുകയും ചെയ്തിരുന്നു. ജമാഅത്തി കവിയരങ്ങുകളിൽ കവിത ചൊല്ലുമായിരുന്നു. ജമാഅത്തിനെ സംബന്ധിച്ച് നിരവധി കവിതകൾ രചിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം മിയാ റഫീഖ് അഹമ്മദ് ഗോന്തൽ സാഹിബിൻ്റെതാണ്. ഇദ്ദേഹവും കഴിഞ്ഞ ദിവസം 81-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിതാമഹൻ മിയാൻ ഖുദാബക്ഷ് സാഹിബ് ഗോന്തൽ ഓഫ് കോട്ട് മോമൻ മുഖേനയാണ് അഹമ്മദിയത്തെത്തിയത്. തന്റെ കുടുംബത്തിൽ ഇദ്ദേഹം ഏക അഹമ്മദിയായിരുന്നു. ഹദരത്ത് മസീമദ് ഇസ്ലാമിന്റെ കാലത്ത് പ്ലേഗ് പരന്നപ്പോൾ ഇദ്ദേഹത്തിനും ശരീരത്തിൽ കഴലകൾ പൊന്താൻ തുടങ്ങി. ഇപ്പോൾ അടയാളങ്ങളെ പറ്റിയാണ് പറഞ്ഞു വന്നിരുന്നത്. ഇവിടെ ഈ സംഭവവും ഒരടയാളമാകുന്നു. അദ്ദേഹം തന്റെ രോഗചികിത്സയ്ക്ക് വേണ്ടി ബേറയിൽ പോയിരുന്നു. ബേറയിൽ വെച്ച് അദ്ദേഹം ഹദരത്ത് മസീമദ് ഇസ്ലാമിന്റെ എന്റെ ചുമരുകൾക്കുള്ളിൽ പ്രവേശിക്കുന്നവർ സംരക്ഷിക്കപ്പെടുന്നതാണ് എന്ന ഉദ്ധരണി വായിക്കാനിടയായി. അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു, ഞാൻ കാദിയാനിലേക്ക് പോവുകയാണ്. കാദിയാനിലെത്തിയപ്പോൾ മസ്ജിദ് മുബാറക്കിൽ ഹദരത്ത് മസീമദ് ഇസ്ലാം ഇരുന്ന് എന്തോ എഴുതുകയായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഹദരത്ത് മസീദ് ഇസ്ലാമിന്റെ തിരക്ക് കാരണം ഒന്നും പറഞ്ഞില്ല. ഹദരത്ത് മസീദ് ഇസ്ലാം തന്നെ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ അദ്ദേഹം ചെന്ന്
തന്നെ പരിചയപ്പെടുത്തി. അതിനുശേഷം പറഞ്ഞു, അങ്ങയുടെ 4 മതിൽക്കെട്ടിനുള്ളിലുള്ളവർ പ്ലേഗിൽ നിന്ന് സുരക്ഷിതരായിരിക്കുമെന്ന കാര്യം അറിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഏതായാലും അവിടെ സംസാരിക്കുകയും ബയ്യത്ത് ചെയ്യുകയും ഉണ്ടായി. ബയ്യത്തിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ കൈളകളും മാറി. ഇക്കാര്യത്തെ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള അടയാളമായി അദ്ദേഹം മനസ്സിലാക്കുകയും അത് പറയുകയും ചെയ്തിരുന്നു. ഒരിക്കൽ മിയ റഫീഖ് ഗോന്ദർ സാഹിബിനെയും അദ്ദേഹത്തിന്റെ മകനെയും വിദ്യാർത്ഥികൾ ലാഹോറിൽ വെച്ച് നന്നായി മർദ്ദിക്കുകയുണ്ടായി. കുട്ടികൾ അദ്ദേഹത്തിന്റെ മകനെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതായിരുന്നു. അദ്ദേഹത്തിനും പരിക്കേറ്റു, കൈയും ഒടിഞ്ഞു. ഏതായാലും ജമാഅത്തിന് വേണ്ടി ഇദ്ദേഹം മർദ്ദനവും സഹിക്കുകയുണ്ടായി. ഇദ്ദേഹം മലിക് ഉമർ അലി സാഹിബിന്റെ ജാമാതാവും ആയിരുന്നു. മലിക് ഉമർ അലി സാഹിബിന്റെ ആദ്യ ഭാര്യ ഹദരത്ത് മീർ ഇസാഖ് സാഹിബിന്റെ മകളായിരുന്നു. അങ്ങനെ പരേതിന്റെ ഭാര്യ ഹദരത്ത് മീർ ഇസാഖ് സാഹിബിന്റെ ദൗഹിത്രിയാകുന്നു. ഇവരുടെ മക്കളിൽ ഒരു മകനും 2 പെൺമക്കളുമാണുള്ളത്. അമേരിക്കയിലാണ് മകനും ഒരു മകളുമുള്ളത്. ഒരു മകൾ റബുവിയിലെ ഫദ്ലി ഉമർ ആസ്പത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മഷൂദ് അഹമ്മദ് സാഹിബിന്റെ ഭാര്യയാകുന്നു. പരേതിന്റെ ഭാര്യ എഴുതുന്നു, നമസ്കാരങ്ങളിലും തഹജ്ജുദിലും കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. സാധുക്കളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും ഓർമ്മയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അവസാനത്തെ അനുസ്മരണം അമേരിക്കയിലെ നസീമ ലേക്ക് സാഹിബിയുടേതാണ്. ഇവർ ലാഹോർ മോഡൽ ടൗണിലെ ഷഹീദ് സയ്യിദ് ലൈക്ക് അഹമ്മദ് സാഹിബിന്റെ ഭാര്യയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരും വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ ഇന്ത്യയിലെ ഭാഗൽപൂരിലാണ് ജനിച്ചത്. അവരുടെ പിതാവ് അഹമ്മദിയായിരുന്നില്ല. അവരുടെ മാതാവ് അമത്തുൽ ബർറ സാഹിബ സ്വന്തം ബയ്യത്ത് ചെയ്തതാണ്. അന്ന് സ്ത്രീകൾ ബയ്യത്ത് ചെയ്യുമ്പോൾ അവരുടെ നല്ലവരായ ഭർത്താക്കന്മാർ തങ്ങളുടെ സ്ത്രീകളോട് അല്ലെങ്കിൽ ഭാര്യമാരോട് എന്തിന് ബയ്യത്ത് ചെയ്തു എന്ന് ചോദിച്ച് വിഷമിപ്പിച്ചിരുന്നില്ല. ഏതായാലും മാതാവ് അഹമ്മദിയായി. മാതാവിന്റെ ഉറച്ച വിശ്വാസവും ഖിലാഫത്തിനോടുള്ള ഉറച്ച ബന്ധവും കാരണം പെൺമക്കളുടെ വിവാഹങ്ങൾ അഹമ്മദി കുടുംബങ്ങളിലേക്കാണ് നടത്തിയത്. എല്ലാ സഹോദരിമാരും അഹമ്മദികളാണ്. പരേതിയുടെ മകൾ ഹമീറൻ സാഹിബ അമേരിക്കയിലാണ്. പറയുന്നു, ജമാഅത്തിനോടും ഖിലാഫത്തിനോടും തികഞ്ഞ പ്രതിബദ്ധത പുലർത്തിയിരുന്നു. തന്റെ ജീവിതം ദീനീ സേവനത്തിന് അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജമാഅത്തിന്റെ സത്യസന്ധമായ വികാരവും സ്നേഹവും മനുഷ്യത്വവും പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ ഹൃദയം സഹാനുഭൂതിയാൽ തുന്തിലമായിരുന്നു. പ്രത്യേകിച്ചും അശരണരായ ആളുകളുടെ കാര്യത്തിൽ തന്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളുടെ ജീവിതത്തിൽ നല്ല പ്രഭാവം ചെലുത്താൻ അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മകൾ ഇവിടെ UK-യിലെ യവാൽസാലയിലാണ് താമസിക്കുന്നത്. പറയുന്നു, വളരെ ആത്മാർത്ഥതയും ഖിലാഫത്തിനോട് കൂറും ജമാഅത്ത് വ്യവസ്ഥയെ അനുസരിക്കുന്നവരുമായ വളരെ ധീരയായ വനിതയായിരുന്നു. സത്യം പറയുന്നതിൽ ഒരിക്കലും പിന്നോട്ടടിച്ചിരുന്നില്ല. അനാചാരങ്ങളെയും മറ്റും വെറുത്തിരുന്നു. തന്റെ മക്കളെയും ഇക്കാര്യത്തിൽ ഉപദേശിച്ചുകൊണ്ട് ഒരു അഹമ്മദി മുസ്ലിം എല്ലാത്തരം വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് പറയുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയ ആയിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 4 പെൺമക്കളും ഒരു മകനുമുണ്ട്. ഇദ്ദേഹം അമേരിക്കയിൽ ഡോക്ടറാണ്. നമ്മുടെ പര്യടനവേളകളിൽ കൂടെ തന്നെ ഉണ്ടാകാറുണ്ട്. നല്ല സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. അള്ളാഹു പരാതിയോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും അവരുടെ നന്മകൾ തുടരാൻ തൗഫീക്ക് നൽകും. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.